കണ്ടുപുരം എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരു വാക്ക്. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം? പള്ളിക്കൽ ഉസ്താദിനോട് ചോദിക്കുക നമ്മള്, നിങ്ങളെ വീട്ടിൽ ഇന്നലെ ഒരു വലിയ സദ്യ നടന്നല്ലോ നിങ്ങളെ വീട്ടില്. അപ്പൊ പള്ളിക്കൽ ഉസ്താദ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയില്ലല്ലോ. മറിച്ച് എന്താ പറയില്ല, അങ്ങനെ നടക്കൂല, ഞാൻ അറിയാതെ എന്റെ വീട്ടിലൊന്നും നടക്കൂല. നമ്മളൊക്കെ പറയുന്നതല്ലേ, ഇതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു. വീട്ടിലൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന അതിന്റെ അർത്ഥം എന്താ? നടക്കൂല. കല്യാണം നടന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ കല്യാണം നടന്നു പറഞ്ഞാൽ? അള്ളാഹു നടത്തി. കല്യാണം നടന്നില്ല പറഞ്ഞാൽ എന്താ? അള്ളാഹ് നടത്തിയില്ല. അള്ളാഹു ചെയ്തു, അള്ളാഹു നടത്തി, നടന്നു. ഇത് മൂന്നും ഒരേ അർത്ഥത്തിനാണ്. അള്ളാഹു നടത്തി, അള്ളാഹു ചെയ്തു, കാര്യം നടന്നു. നടന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് നടത്തി, അള്ളാഹ് ചെയ്തു എന്നാണ്. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാ എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്നാ എന്റെ വീട്ടിലൊന്നും നടക്കൂല അറിഞ്ഞാൽ. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഞാൻ ഇതേ ചിന്തിച്ചിട്ടുള്ളൂ, ഞാൻ അങ്ങനെ ഓർത്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല എ പി ഉസ്താദിനോട് ചോദിച്ചിട്ടാ ചെയ്യാന്ന് വല്ലാഹി തുമ്മ വല്ലാഹി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കല്യാണം നടന്നു പറഞ്ഞാൽ എന്താ? അള്ളാഹു നടത്തി, അള്ളാഹു ചെയ്തു. ഇവിടെ നടക്കുന്നതൊക്കെ അള്ളാഹ് ചെയ്യുന്നതാ. കർത്താവിനെ പറഞ്ഞതാണോ കുറ്റം? ഇവിടെ എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ ഉസ്താദിന്റെ സ്വാധീനം ഈ നാട്ടിലുള്ള, അഥവാ സംഘടനാ രംഗത്ത് അതിന്റെ തൊട്ടുമുമ്പ് പറയുന്നുണ്ട്, അതൊന്നും ക്ലിപ്പിൽ എടുത്തിട്ടില്ല. സംഘടനാ രംഗത്ത് അഥവാ എ പി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും ഇവിടെ കേരളമെന്നോ കോഴിക്കോട് ജില്ല എന്നോ മലപ്പുറം ജില്ല എന്നോ ഈ സംസ്ഥാനമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യമെന്നോ അല്ലെങ്കിൽ ലോകമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിക്കാൻ പറ്റിയതാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ മുമ്പ് പറയുന്നുണ്ട്, സംഘടനാ രംഗത്ത് എന്തൊക്കെ വളർച്ചയുണ്ടോ അത് ഉസ്താദിനാൽ ഉണ്ടായതാണ്. ഇവിടെ ഏത് പള്ളിയിലും മദ്രസയിലുള്ള ഉസ്താദുമാരുടെ നന്മകൾ ഉസ്താദിന്റെ കയ്യാൽ ഉണ്ടായതാണ്. അതിന്റെ ശേഷമുള്ള വാക്കുകളിലുമുണ്ട്, ഏതൊരു സുന്നിയായ മുഅ്മിനും അഥവാ എ പി ഉസ്താദിന്റെ കീഴിലുള്ള സുന്നി ഒരു അമല് ചെയ്താൽ ഉസ്താദിന്റെ ഏടിൽ ഒരു കൂലി എഴുതപ്പെടും. അതിന്റെ ഇടയിൽ പറഞ്ഞൊരു വാക്കാണിത്, എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഉസ്താദിന് കൊടുത്ത സ്വാധീനമാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിൽ എന്റെ സ്വാധീനം പറയാൻ വേണ്ടി ഞാൻ പറയാറുണ്ടല്ലോ, എന്റെ വീട്ടിൽ ഞാൻ അറിയാതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള എലി നടക്കുന്നതും അലി നടക്കുന്നതും വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവനും എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാണോ? അല്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിച്ചിട്ടാ ചെയ്യുന്നത് എന്നാണോ? ഈ നാട്ടിലൊരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവിനെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ആ രാജാവിന്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാർ മുഴുവനും ആശീർവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, ഈ നാട്ടിൽ രാജാവ് അറിയാതൊന്നും നടക്കൂല. അതിന്റെ അർത്ഥം ഈ നാട്ടിൽ രാജാവ് അറിയാതെ അള്ളാഹു ഒന്നും നടത്തൂല. അതിന്റെ അർത്ഥം ഈ നാട്ടിൽ രാജാവ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല രാജാവിനോട് ചോദിച്ചിട്ടാണ് കാര്യം ചെയ്യുക എന്നാണോ? ഒരിക്കലുമല്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫറാക്കാൻ വേണ്ടി എന്തൊരു വെമ്പലാണ് തമ്പുരാനെ തലയെക്കെട്ട് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അതിന്റെ ഉള്ളിൽ എന്തായിപ്പോയി? അള്ളാഹു തആല കാലട്ടെ.